രവീന്ദ്ര, ഞാൻ പറഞ്ഞു മറക്കണ്ട. കൊണ്ടുവരാ. രവീന്ദ്ര, പരീക്ഷ എളുപ്പമായിരുന്നോ? എളുപ്പമായിരുന്നു. രവീന്ദ്രനോട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ലല്ലേ? എന്ത്? ആ കൊച്ചിനോട് വലിയ കൂട്ടു വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അവനും അവന്റെ വീട്ടുകാരും കമ്മ്യൂണിസ്റ്റുകളാ. ഇന്നലെയും കൂടെ പള്ളിയിലച്ഛൻ പ്രസംഗിച്ചു, കമ്മ്യൂണിസ്റ്റുകളുടെ മക്കളുമായിട്ട് കൂട്ടുകൂടരുതെന്ന്. നമ്മള് പണ്ട് പോലെ അവനായിട്ട് കൂട്ടുള്ളതല്ലേ. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ മകനാണെന്ന് പറഞ്ഞാൽ നമുക്കെന്താ? കൂട്ടുകൂടിയാലെന്താ? ഇവിടെ നമ്മളും കമ്മ്യൂണിസ്റ്റായി പോവോ? പിന്നെന്താ, കൂട്ടുകൂടണ്ട, ചുമ്മാ വർത്താനം പറഞ്ഞാ മതി. അവര് നമ്മൾ അവരുടെ കൂട്ടത്തിൽ ചേർക്കും. അമ്പലവും പള്ളിയൊക്കെ പൊളിച്ചു കളഞ്ഞ് ഫാക്ടറി പണിയാൻ നടക്കുന്ന കൂട്ടരാ. അവരോട് കൂടുന്നവരെയൊന്നും പള്ളി കയറ്റത്തില്ലെന്നാ പള്ളിയിലച്ഛൻ പ്രസംഗിച്ചു. നിങ്ങൾ എന്നെ പള്ളി കയറ്റത്തില്ലല്ലോ. അതിപ്പോഴല്ലേ, എന്നാലും പള്ളി കയറാതെ പറ്റത്തില്ലല്ലോ. പള്ളി ചേരുവെന്ന് കൊച്ചേട്ടൻ വാക്ക് കൊടുത്തായിരുന്നല്ലേ? സ്കൂളിൽ പഠിച്ച കാലത്തുള്ള ചില വർത്താനം തീരുമാനമൊക്കെ അല്ലേ, ചുമ്മാ പിള്ളേര് കളി. പഠിച്ച കള്ളന. പുതുമണവാളനും മണവാട്ടിയും കൂടെ എവിടെ പോയിട്ട് വരുവാ? മിത്രക്കരിയില് കാർത്തിയാനായിട്ടൊരു പേരമ്മയുണ്ടോ അവിടെ? കൊച്ചേട്ടൻ കൊണ്ടാ. ഞാൻ ആലപ്പുഴ വരെ പോവാ. പിന്നെ രണ്ടുപേരും കൂടെ സൗകര്യം പോലെ വീട്ടിലോട്ടൊന്ന് വരണം. സരസമ്മ നിങ്ങളുടെ വരവും നോക്കി ഇരിക്കുക. അവക്കെ നിങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റത്തില്ല, വലിയ വിഷമമാ. അവധി തീർന്നേക്ക് മുമ്പ് വന്നേക്കണേ. എന്നാ പിന്നാട്ടെ. എവിടെയായിരുന്നു ആ കൊച്ചിന്റെ വീട്? അവിടെ കുടികിടപ്പുകാരായിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഒരു സമരം ഉണ്ടായി. സാറാമ്മയുടെ അപ്പന് ഈ സമരക്കാരോട് കൂടി ചേർന്നു. അതിന് താമസ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു. കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞേ. കണ്ണ് കിട്ടാതിരിക്കാൻ ഞങ്ങള് താമസം മാറി പോവാ മലബാറിന്. അവിടെ ഞങ്ങളുടെ ഒരു ഇളയമ്മയുണ്ട്. പിന്നെ വരില്ലേ ഇങ്ങോട്ട്? ഇവിടുന്ന് ആരെങ്കിലും വന്ന് മിന്നെ കെട്ടിക്കൊണ്ടുവന്ന. എന്താ തന്നെ അഭിപ്രായം ഒന്നും പറയാത്ത? ഞാൻ വരും. മതി, ഇനിയോട്ട് വന്നില്ലേലും കുഴപ്പമില്ല. വരുമെന്ന് പറഞ്ഞല്ലോ. ഇനി വന്നില്ലെങ്കിലും കണ്ടില്ലെങ്കിലും എന്നെ മറക്കുവോ? മറക്കാതിരിക്കാൻ ഞാൻ ഒരു വട്ടം തരാം, എന്റെ ഓർമ്മയ്ക്കായി. ഇത് കളയാതെ സൂക്ഷിച്ചോണം. ശനിയാഴ്ച രാത്രി 10 മണിക്കാണ് ഞാനിവിടെ ഹാജരായ പോരെ. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റം വാങ്ങിത്തരാൻ ഗോവിന്ദപിള്ള സാർ കരുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്റെ കാർത്തു, നീ ചിരിച്ച. ബോട്ടിന് നേരായി. എന്തുവാടിയത്? കടുംപായസം. നോക്കട്ടെ. ഒപ്പി എന്തായി കാണിക്കുന്ന? മധുരവാ. അമ്പലത്തിലെ പായസം ഇല്ലടി. അല്ല ശോകനെ, കൊച്ചേച്ചി വന്നില്ലേ?
വന്നില്ല, ഇന്ന് വിത തുടങ്ങിയില്ലേ. മാത്രമല്ല 3-4 പണിക്കാരുണ്ട്. അതെന്താ കയ്യില്? ഇച്ചിരി കടുമാങ്ങയാ പിള്ളേച്ചന് കൊടുത്തുവിടാൻ. എത്ര മണിക്കാ പോട്ടെ? അല്ല അച്ചാർ 11 മണിക്ക്. ഞാൻ കടലിക്കില്ല കേട്ടോ പിള്ളേച്ചാ. ജാനുവിന്റെ കണ്ണുതീനൊക്കെ എങ്ങനെയുണ്ടോ? പയ്യ കിടക്കുവാ. അളിയാ ബോട്ടിന് നേരമായി. നീ എന്നെ അവളെ അളിയൻ വയനാട്ടിലേക്കാണോ അതോ പേർഷ്യയിലേക്കാണോ പോണത്? ബോട്ടറിന്റെ പാട്ടിന് പോവും. വാളിയാ വരട്ടെ. പിള്ളേരെ പിരിഞ്ഞ് ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. നിവൃത്തികേട് കൊണ്ടാ പോകുന്നത്. അളിയനിടക്കൊക്കെ വന്നൊന്ന് അന്വേഷിക്കണം. എന്റെ പൊന്നളിയാ, ഒരു പോലീസുകാരനായിട്ട് ഇത്ര ചങ്കുറപ്പില്ലാത്തവനായിപ്പോയല്ലോ. അളിയൻ ധൈര്യമായിട്ട് പോ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. ആ ജോസ് കുട്ടിയുടെ ഡെയിലി ചിട്ടി പൈസ മാസവസാനാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അളിയെ കൂടി ഒന്ന് സംസാരിക്കണേ. അല്ല, അത് വട്ടമെത്താറായില്ലേ? ഒരു വീണ് കാശും വാങ്ങിയതാ. ആകാശിനെ ബിന്ദുവിന്റെ കുടക്കമ്പല് വാങ്ങിയത്. താണ്ട ബോട്ട് വന്നു. ശരിയല്ലേ? ചെന്നാ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നോക്കണേ. ആ 10 മിനിറ്റ് താമസം കൊണ്ട് ചായ പിടിക്കാറുള്ളൊക്കെ ചായ പിടിക്കാം. ടിക്കറ്റ് എവിടെയാ? ഒരു പനമരം. എങ്ങോട്ടല്ലേ ഈ കൊട്ടമട്ടിയൊക്കെ ആയിട്ട്? അടിവാരത്തിറങ്ങാനാ സാറേ. ലഗേജ് ടിക്കറ്റ് എടുത്തോളാം. ടിക്കറ്റ് എടുക്കാനൊക്കെ വരട്ടെ. എന്താ ഇതിനകത്ത്? ഉണക്കമീനാ സാറേ. ഉണക്കമീനോ? ആ. മാറി നല്ല എടുത്തോണ്ട് ഇല്ലെങ്കിൽ ദൂരത്തോട്ട് എറിയും. അയ്യോ സാറേ, ഇത് കൊണ്ട് വിറ്റിട്ട് വേണം സാറേ അത്താഴത്തിന് അരി മേടിക്കാൻ. സാറേ, ആർക്ക് ശല്യം ഉണ്ടാകാതെ ഞാനിതാ മൂലയിൽ അവിടെ എവിടെയെങ്കിലും വെച്ചോളാം. തള്ളേ, ഞാൻ നല്ല ഭാഷയെ പറഞ്ഞു ഇത് എടുത്തോണ്ട് പോവാൻ. ഇനി എന്റെ സ്വഭാവം ചീത്തയാക്കരുത്. കൊണ്ടുപോകത്തല്ലേ സാറേ. കാലത്ത് മുതൽ നിൽക്കുക. സാറേ ഗീറ ഒന്ന് പോതല്ലേ ഇവിടുന്ന്. നീ ആരായിട്ട് ടിക്കറ്റ് എടുക്കാണല്ലേ? ടിക്കറ്റ് ടിക്കറ്റ് അവിടെ എത്ര? ഇവിടുന്ന് കയറി ഇനി ആരാ ടിക്കറ്റ് എടുക്കാനുള്ളത്? ടിക്കറ്റ് അമ്മച്ചി ബസ്സിലോട്ട് കയറിയട്ടെ. പിന്നെ മീൻകൊട്ടം കൊണ്ട് കയറുന്ന ആരാ? ഞാനാണ് സർ. അത് ഈ അമ്മച്ചിയുടെ ഉപജീവന മാർഗമാണ്. കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് മീൻ വാങ്ങി വയനാട്ടിലെ ഓരോ ആദിവാസി കുടിലുകളിലും കുടിയേറ്റക്കാരുടെ വീടുകളിലും വിറ്റാണ് ഇവർ ജീവിക്കുന്നത്. സാറിനെ പോലൊരു കണ്ടക്ടർ സാറ് ഏതോ ബസ് ഇറക്കി വിട്ടതാ. ഉച്ച തിരിഞ്ഞു മുതൽ വരുന്ന ഓരോ വണ്ടിക്കും കൈ കാണിച്ച് അവരിവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. അതാ മൂലക്കിരുന്നോട്ടെ സാർ. അതാരാണോ തീരുമാനിക്കുന്നത്? എടുത്തോണ്ട് പോണോ? സാറ് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എടോ, തനിക്ക് എന്നാടോ ഇതിലെ കാര്യം? എന്റെ അമ്മച്ചിയും ഇതുപോലൊരു സ്ത്രീയാ. അവരും കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കുന്നത്. അമ്മ പ്രസവിച്ച ആരും ഇത് സഹിക്കില്ലെന്നാ എന്റെ വിശ്വാസം. എടോ, തന്നോട് പറഞ്ഞ മീൻകൊട്ടം കൊണ്ട് പുറത്തിറങ്ങാൻ. ഇല്ല സാറേ, ഞാൻ ഇറങ്ങില്ല. സാർ തല്ലുന്നെങ്കിൽ തല്ലിക്കോ. പോലീസിനെ വിളിക്കണമെങ്കിൽ അങ്ങനെയാകാം. പക്ഷേ അമ്മച്ചി ഇല്ലാതെ ഈ ബസ് ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല.
ടിക്കറ്റ് നീ ആരാ ടിക്കറ്റ് എടുക്കാനല്ലേ ടിക്കറ്റ് 2 കൽപ്പറ്റ. എങ്ങോട്ടാ? വയനാട്ടിലേക്ക്. അവിടെ എന്ത് ചെയ്യുന്നു? പോലീസിലാ. ആലപ്പുഴയിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടി വരിക. അത് ശരി. ഒരു പാവം സ്ത്രീയെ സർക്കാർ വക ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത് കണ്ട് രസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നു അല്ലേ? രേഖാമൂലമുള്ള പരാതി കിട്ടാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. സാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം നിയമത്തിന്റെ വഴിക്കല്ലേ പോകൂ, സാധു മനുഷ്യരുടെ വഴിക്ക് പോകില്ലല്ലോ. ഇനി ആരും കയറാനില്ലല്ലോ. റൈറ്റ്.